ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെയുറക്കും. പ്രിയ സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൂശിന്മേൽ കിടന്ന് യേശു കരഞ്ഞു. ക്രൂശിലെ 7 തിരുമൊഴികളും അതിന് ദൃഷ്ടാന്തമാണ്. ക്രൂശിന്മേൽ കിടന്ന് യേശു കരഞ്ഞു. യേശു ഇന്നും കരയുന്നു. യേശു ഒരു പാവവും ചെയ്യാത്ത യൗത്രൻ ക്രൂശിന്മേൽ കിടന്ന് കരഞ്ഞു. കർത്താവ് ഒരു പാവവും ചെയ്തില്ലല്ലോ, നിരപരാധിയായിരുന്നല്ലോ. അന്നത്തെ ന്യായാധിപതിയായ ഗവർണർ പീലാത്തോസ് 3 പ്രാവശ്യം പറഞ്ഞു, വിധി എഴുതി, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. യേശു എന്തെങ്കിലും കുറ്റം കാണാൻ പറ്റുമോ എന്ന് നോക്കി. ഹെരോദാവ് നോക്കിയിട്ടൊന്നും കണ്ടില്ല, പീലാത്തോസ് നോക്കിയിട്ടും കണ്ടില്ല. കയ്യാഫാവും ഹന്നായും എല്ലാം കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞു നോക്കി, ഒത്തുവന്നില്ല. യേശു ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞു, ദൈവത്തോട് സമനാക്കി എന്ന് പറഞ്ഞു, കൈസർ കരം കൊടുക്കണ എന്ന് പറഞ്ഞു, യേശു ദൈവാലയം വിളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു എന്നെല്ലാം യേശു പറഞ്ഞ ചില വാക്കുകൾ വളച്ചൊടിച്ച് അവർ യേശുവിനെതിരായി ചില പ്രസ്താവനകൾ തയ്യാറാക്കി. യേശു പറഞ്ഞ ചില വാക്കുകളെ വളച്ചൊടിച്ചു. നിങ്ങൾ ഈ ആലയം പൊളിപ്പി ഞാൻ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞത് യെരൂശലേം ദേവാലയം പൊളിക്കുന്ന കാര്യമല്ല, എൻ്റെ ശരീരം നിങ്ങൾ കൊല്ലുമല്ലോ, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞത്. അവർക്കത് മനസ്സിലായില്ല. ആ വാക്യത്തെ അവർ വളച്ചൊടിച്ചു. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെ കർത്താവ് പറഞ്ഞുള്ളൂ. കൈസർക്ക് കരം കൊടുക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ വാക്കുകളെപ്പോലും അവർ നേരെ തിരിച്ചു. അവരസത്യം പറഞ്ഞു. യാതൊരു തെറ്റും ചെയ്യാത്തനായ കർത്താവ് ക്രൂശിന്മേൽ കിടന്ന് പിടഞ്ഞു. ക്രൂശിലെ 6-ാമത്തെ തിരുമൊഴി നിവൃത്തിയായി എന്നാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് തീർന്നിരിക്കുന്നത്, തികച്ചിരിക്കുന്നു, അത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് അവസാനിച്ചിരിക്കുന്നു. ഏതാണ് അവസാനിച്ചത്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് അവസാനിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാനുള്ളതൊക്കെയും നിവൃത്തിയാക്കിയിരിക്കുന്നു. നരകത്തിലേക്ക് ഒഴുകിപ്പോകുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്യാനുള്ള പദ്ധതി എല്ലാം നിവൃത്തിയാക്കിയിരിക്കുന്നു. പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തനമെല്ലാം നിവൃത്തിയാക്കിയിരിക്കുന്നു. എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് തികച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും മനുഷ്യൻ പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് യേശു തൻ്റെ രക്ഷാപദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. ഇറ്റ് ഈസ് ഫിനിഷ്, നിവൃത്തിയായി. ടോൾസ്റ്റോയ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, മൈ കൺവേർഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മൈ കൺവേർഷൻ, എൻ്റെ മാനസാന്തരം വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം, മൈ കൺവേർഷൻ. അതിൽ ടോൾസ്റ്റോയ് തെളിച്ച് പറഞ്ഞിരിക്കുകയാണ്, തുറന്നെഴുതിയിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടനേകം പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ്. എൻ്റെ പാപങ്ങൾ ഓർത്താൽ എനിക്ക് തല നിവർത്താൻ വയ്യ, അത്രമാത്രം വലിയ പാപങ്ങൾ ഞാൻ ചെയ്തു പോയി. അദ്ദേഹം എണ്ണി എണ്ണി പാവങ്ങൾ പറയുകയാണ്, ഓരോ പാവം വന്നു പോയതെല്ലാം എണ്ണി എണ്ണി പറയുകയാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ലജ്ജ കൂടാതെ എല്ലാം തുറക്കുകയാണ്. എന്തുകൊണ്ടാണ് ലജ്ജ കൂടാതെ തുറക്കാൻ പറ്റിയത്? അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഇനി ഞാൻ തുറന്നു പറഞ്ഞാലും ഇനി ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വരില്ല. പിന്നെ തുറന്നു പറഞ്ഞാലെന്ത്? എത്ര ഹീനമായി ജീവിച്ചു, ശരി, അത് തുറന്നു പറഞ്ഞാലെന്ത്? ഇനി അതൊന്നും വരില്ല എൻ്റെ ജീവിതത്തിൽ. ഇനി എൻ്റെ ജീവിതത്തിൽ പാപത്തിന് കണി പോലും യേശുകയില്ല. നല്ല ഉറപ്പ്, നല്ല ധൈര്യം. അതുകൊണ്ടാണ് ഈ തുറന്നു പറയാൻ സാധിക്കുന്നത്. നമുക്ക് പലപ്പോഴും തുറന്നു പറയാൻ പറ്റാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? പാവം വിട്ടിട്ടില്ല. ഇനിയും ഒരുപക്ഷെ അവസരം കിട്ടിയാൽ ഞാൻ പാവം ചെയ്തു പോകും. പാപത്തെ അറപ്പോടെ വെറുത്തുപേക്ഷിക്കാത്തത് കൊണ്ടാണ് തുറന്നു പറയാൻ പറ്റാത്തത്. അത് ഏതെങ്കിലും സൂത്രത്തിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പറയുന്നത് പോലെ ഇങ്ങനെ സൂത്രത്തിൽ പറഞ്ഞൊപ്പിക്കും. ഏതാണ്ടൊക്കെ ചെയ്ത പാവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിക്കും. ചിലരെല്ലാം കുമ്പസാരിക്കുന്നത് പോലെ. ആരോ ഒരാൾ കുമ്പസാരിച്ച കാര്യം കേട്ടു, അല്പം രസകരമാണ്. കുമ്പസാരിക്കാൻ ചെന്നു. അപ്പോൾ എന്താ പറയേണ്ടത് അറിയാൻ പാടില്ല. അപ്പോൾ അച്ഛനും ആദ്യം കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഉപദേശങ്ങൾ അങ്ങനെയാണല്ലോ, എങ്ങനെയാണ്, എന്താണ് പാവം, എന്തൊക്കെ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ഇനി എന്താ പാവങ്ങളൊക്കെ എന്താ വന്നിട്ടുള്ളത്? കൊലപാതകവും വ്യഭിചാരവും ഒഴികെ ബാക്കി എല്ലാ പാവവും ഞാൻ ചെയ്തു പോയി. വളരെ എളുപ്പം. ഈ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പിന്നെ പൊതുവായിട്ടങ്ങനെ പറയുമ്പോഴത്തേക്കും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊലപാതകവും വ്യഭിചാരവും ഒഴികെ ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി. ഒരുപക്ഷെ ആ ദൈവവേദനിപ്പോൾ അമേരിക്കയിലിരുന്ന് ഇപ്പോൾ ആ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് അങ്ങനെയല്ല പാവമായിട്ട് പറയേണ്ടത്. എല്ലാ പാവവും ചെയ്തു പോയി അങ്ങനെ പറയല്ല. ഇന്ന പാവം ഇന്ന സാഹചര്യത്തിൽ ഇന്ന വിധത്തിൽ ഇന്ന പേരോടൊരുമിച്ച് ഞാൻ ആ പാവം ചെയ്തു പോയി. വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്ത് പാവമേറ്റ് പറയണം. വ്യക്തമായിട്ട് കൃത്യമായിട്ട് പാവമേറ്റ് പറയണം. അങ്ങനെ പാവമേറ്റ് പറയാൻ സാധിക്കണമെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ പാവമുള്ളൊരു കാര്യം ഇല്ല, അത് ഉറപ്പാണ്, തീർന്നു. പഴയ അധ്യായം, പഴയ ഏടുകൾ അതെല്ലാം കീറിക്കളഞ്ഞിരിക്കുന്നു. പഴയ കടച്ചിട്ടെല്ലാം കീറിക്കളഞ്ഞിരിക്കുന്നു. ഇനി ഇല്ല, എൻ്റെ ജീവിതത്തിൽ പാവത്തിന് ഇനി കണിക പോലും അല്പം പോലും ഇടം കിട്ടുകയില്ല, ഉറപ്പാണ്. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി പാവമേറ്റ് പറയാം. ദൈവത്തിന് സ്തോത്രം. പാപം ഏറ്റു പറയുക, ബൈ കൺവേർഷൻ. ടോൾസ്റ്റോയ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം ലജ്ജ കൂടാതെ ഏറ്റു പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പക്ഷേ ഇതെല്ലാം പഴയ കഥകൾ, അതെല്ലാം തീർന്നു, ഞാൻ പുതിയ മനുഷ്യനായി. പിന്നീടാണ് ടോൾസ്റ്റോയ് മനോഹരമായ ചില പുസ്തകങ്ങൾ എഴുതിയത്, അതിമനോഹരമായ പുസ്തകങ്ങൾ. ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും പ്രസിദ്ധമായൊരു പുസ്തകമാണ്, വാർ ആൻഡ് പീസ്. അന്ന കരീന വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്, അതിമനോഹരമായ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. ടോൾസ്റ്റോയുടെ ചെറുകഥകളെല്ലാം ലോക പ്രശസ്തങ്ങളാണ്, എല്ലാം ഗുണപാഠങ്ങളുള്ളതാണ്. ടോൾസ്റ്റോയ് ക്രിസ്തുവിനെ പ്രതിബിംബിച്ചിരുന്നു ജീവിതത്തിൽ. തൻ്റെ പുസ്തകത്തിൽ കൂടി തൻ്റെ ആശയങ്ങളെല്ലാം സംവേദനം ചെയ്തിരുന്നു, ആളുകളിലേക്ക് പകർന്നിരുന്നു. അതുമൂലം അനേകർക്ക് രക്ഷയുടെ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, എന്താണ്, ചന്ദ്രശേഖരൻ ആസാദ് എന്നാണ് ആ കൊച്ചൻ്റെ പേര്. ചന്ദ്രശേഖരൻ ആസാദ്. സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലത്താണ്, സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലം. സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലത്ത് ഇവനെ അധികാരികൾ പിടിച്ചു, കോടതി കൊണ്ടുവന്നു. ഇതിൻ്റെ പേരെന്തെന്ന് ചോദിച്ചു. അവൻ ഏതോ വിപ്ലവത്തിൽ പങ്കെടുത്തെന്നൊക്കെയാണ് അവനെക്കുറിച്ചുള്ള ധാരണ, അതുകൊണ്ടാണ് പിടിച്ചത്. നിൻ്റെ പേരെന്ത്? ആസാദ്. എന്താ നിൻ്റെ പേര് ആസാദെന്നോ? അടിച്ചു. മുക്കാലിയിൽ കെട്ടി 50 അടി അടിക്കാൻ വിധി. അടിച്ചു. വീണ്ടും ചോദിച്ചു, നിൻ്റെ പേരെന്ത്? ആസാദ്. വീണ്ടും അടിച്ചു. നിൻ്റെ പേരെന്ത്? ആസാദ്. അവന് മനസ്സിലായില്ല എന്തിനാണ് നീ അടിക്കുന്നതെന്ന്. അവന് അടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അവൻ്റെ പേരല്ലേ പറഞ്ഞുള്ളൂ. പക്ഷേ ആസാദ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വതന്ത്രൻ എന്നാണ്. സ്വതന്ത്രൻ. അവൻ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി പടവരുന്നവനാണ് എന്ന അർത്ഥം വരുന്നു അവൻ പറഞ്ഞ വാക്കിൽ. ആസാദ് സ്വതന്ത്രൻ എന്ന്. പാവം അവന് മനസ്സിലായില്ല എന്തിനാണ് അവനെ അടിക്കുന്നതെന്ന്. അവൻ കുറ്റം ചെയ്യാത്തവനായിരുന്നു.
അവൻ തെറ്റ് ചെയ്യാത്തവനായിരുന്നു. ഇന്ന് അനേകം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അനേകം നിരപരാധികൾ, സാധുക്കളായ അനേകം ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. കുറ്റം ചെയ്തവൻ വെറുതെ ഇരിക്കുന്നു. അവൻ സമർത്ഥനായും മിടുക്കനായി കുറ്റത്തിൽ നിന്ന് എൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടി അവൻ്റെ അധികാര ബലം കൊണ്ടും അവന് ഉന്നത സ്ഥാനങ്ങളിലുള്ളതായ പിടുത്തം കൊണ്ടും സ്വാധീനം കൊണ്ടും മറ്റും പലരും രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ കുറ്റവാളിയല്ലാത്തവൻ, കുറ്റം ചെയ്യാത്തവൻ, കുറ്റം അറിയാത്തവൻ അവൻ ശിക്ഷിക്കപ്പെടുന്നു. നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തു നിരപരാധിയായിരുന്നു, പക്ഷേ ശിക്ഷിക്കപ്പെട്ടു. കുറ്റം ചെയ്യാത്തവനായിരുന്നു. ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞു. ഇവൻ മരണയോഗ്യവേദമൊന്നും ചെയ്തിട്ടില്ല എന്ന് ജനസമൂഹം പറഞ്ഞു. ഇവൻ സാക്ഷാത് ദൈവത്തിനായിരുന്നു സത്യമെന്ന് തൂക്കിയ ശതാധിപൻ പറഞ്ഞു. പടയാളികളുടെ തലവൻ പറഞ്ഞു. ഞാൻ കുറ്റമില്ലാത്ത ഒറ്റിക്കൊടുത്തു എന്ന് ഘാതകനായ യൂദാ ഇസ്കരിയോത്ത് പറഞ്ഞു. യേശു കുറ്റമില്ലാത്തവനായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പാപം തീണ്ടാത്തവന് മാത്രമേ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ സാധിക്കുകയുള്ളൂ. കിണറ്റിലേക്ക് വീണു പോയവനെ രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ ആരോഗ്യമുള്ളൊരുത്തിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ളവന് മാത്രമേ അവനെ വിടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവനും ആഴത്തിലേക്ക് പോയി പോകും. ചതുപ്പ് നിലത്ത് വീണുപോയ ഒരാളെ രക്ഷിക്കണമെങ്കിൽ ചതുപ്പ് നിലത്ത് ചവിട്ടാത്തതിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മുകളിൽ നിന്ന് വരുന്നതായ ഹെലികോപ്റ്ററിൽ ഇരുന്ന് കയറ് നീട്ടിക്കൊടുത്ത് ഒരാൾ രക്ഷിക്കാൻ സാധിക്കും ചതുപ്പ് നിലത്തിൽ താണു പോകുന്നവനെ. ചതുപ്പ് നിലത്തിൽ ചവിട്ടിയാൽ രക്ഷിക്കാൻ വരുന്നവൻ ചതുപ്പ് നിലത്തിൽ താണു പോകും. അതുകൊണ്ട് പാപം ചെയ്യാത്തതിന് മാത്രമേ ഒരു മനുഷ്യനെ വീണുപോയവനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷാപദ്ധതി പൂർത്തിയാക്കി. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചോദിച്ചോട്ടെ, ഈ രക്ഷാപദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെട്ടു നിങ്ങൾക്കറിയാമോ? നിങ്ങളെയും കണ്ടാണ് യേശു ക്രൂസിൽ മരിച്ചത് നിങ്ങൾക്കറിയാമോ? നിങ്ങളെയും വിടുവിക്കാൻ ക്രിസ്തു ക്രൂസിൽ മരിച്ചത് നിങ്ങൾക്കറിയാമോ? നിങ്ങളെയും പാപത്തിൻ്റെ ചങ്ങലക്കെട്ടിൽ നിന്ന് വിടുവിക്കാൻ ക്രിസ്തു ക്രൂസിൽ മരിച്ചത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മേലുള്ള പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചു കളയുവാനാണ് യേശു ക്രൂസിൽ ആണികളാൽ ബന്ധിതനായത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം തത്വത്തിൽ നമുക്കറിയാം. ഇല്ലേ? അറിയാൻ പാടില്ലേ? വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ നാം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. എൻ്റെ കർത്താവ് എന്നെ പാപത്തിൽ നിന്ന് കോരിയെടുത്തു എന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇനി പാപത്തിലേക്ക് തിരിയാൻ സാധ്യമല്ല. പാപം എൻ്റെ ജീവിതത്തിലേക്ക് വരികയില്ല. അത് യഥാർത്ഥമായി ആ ക്രൂശ് മരണത്തോട് നാം താതാത്മ്യം പ്രാപിച്ചാൽ, എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു, ഒരു കുറ്റവും ചെയ്യാത്ത യേശു ക്രൂശിൽ മരിച്ചിരിക്കുന്നു, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്നൊരാൾ അറിഞ്ഞാൽ, വിശ്വസിച്ചാൽ പിന്നെ പാപത്തിലേക്ക് തിരിയുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് നാം പാപത്തിലേക്ക് പിന്നെ തിരിയുന്നത്? ഈ ലോകം പാപമയമാണ്. ഈ ലോകം പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നിറഞ്ഞതാണ്. ഈ പാപത്തിൻ്റെ പ്രേരണകളുള്ള ഈ ലോകത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കുവാൻ വേണ്ടി പാവമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരുമകരം നീട്ടി, അവിടുത്തെ പരിശുദ്ധകരം നീട്ടി, ആ കരം എന്നെ കോരിയെടുത്തു. അതുകൊണ്ടാണ് സംഘത്തിൽക്കാരൻ പറഞ്ഞത് 40 സംഘത്തിൽ 1 വാക്യം മുതൽ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. പാപത്തിൻ്റെ കുഴിയിൽ കിടന്നുള്ള നിലവിളിയാണ്, പാപത്തിൻ്റെ ചേറിൽ കിടന്നുള്ള നിലവിളിയാണ്, താണു പോകുന്ന മനുഷ്യൻ്റെ നിലവിളിയാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും താണു പോകുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. കാത്തിരിക്കുകയാണ്. ദൈവൻ തൻ്റെ കരം നീട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഭാഗ്യം, എൻ്റെ നിലവിളി കേൾക്കാൻ ഒരാളുണ്ട്. ഈ പാപത്തിൽ നിന്ന് കരയേറ്റാൻ ഒരാളുണ്ട്. പാപത്തിൽ നിന്ന് കരകയറാൻ പുണ്യപ്രവൃത്തി ചെയ്താൽ ഫലമില്ല. പുണ്യപ്രവൃത്തി വേണ്ടതെന്നല്ല, പാപത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ സന്മാർഗ പ്രവൃത്തികൾ ചെയ്താൽ ഫലമില്ല. പാപത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫലമില്ല. കേൾക്കൂ, സംശയിക്കേണ്ട. പാപത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ വഴിപാട് കഴിച്ചതുകൊണ്ടോ തീർത്ഥയാത്ര ചെയ്തതുകൊണ്ടോ ഫലമില്ല.
തീർത്ഥയാത്രയും വഴിപാടും വേണ്ടെന്നല്ല പറഞ്ഞത്. പാപത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ, ഏറ്റവും അതിപുരാതനമായ പുണ്യസ്ഥലങ്ങൾ നിങ്ങൾ പോയി സന്ദർശിച്ചതുകൊണ്ടോ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഫലമില്ല. പാപത്തിൽ നിന്ന് കരകയറാൻ പാവിയെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചേ പറ്റൂ. നിലവിളിച്ചു കൊണ്ടിരിക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് കരകയറണം. ഈ പാവമയമായ പ്രകൃതിയിൽ നിന്ന് കരകയറണം. പാപ ഹൃദയത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണം. പാവ പ്രകൃതിയിൽ നിന്നൊരു മോചനം കിട്ടണം. പാവ സ്വഭാവത്തിൽ നിന്ന് മോചനം കിട്ടണം. ദൈവത്തിന് സ്തോത്രം. നിലവിളിക്കുകയാണ്. ഉറപ്പാണ്. നിങ്ങൾ വിശ്വസിക്കൂ, ഉറപ്പാണ്. നിങ്ങൾ വാസ്തവമായി ദാഹിച്ചാൽ പാവത്തിന് മേൽ ജയം കിട്ടും. ഉറപ്പാണ്. കേൾക്കൂ, ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് നിങ്ങൾ വാസ്തവമായി തീരുമാനിച്ചാൽ കോപം നിങ്ങളെ വിട്ട് മാറും. ഇനി അശുദ്ധമായ കാര്യങ്ങളിൽ എന്നെ കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ അശുദ്ധി തൊടുകയില്ല. അശുദ്ധ സ്വപ്നങ്ങൾ വരികയില്ല, അശുദ്ധ വികാരങ്ങൾ വരികയില്ല, അശുദ്ധ മോഹങ്ങൾ വരികയില്ല, അശുദ്ധമായ ആഗ്രഹങ്ങൾ വരികയില്ല, മ്ലേച്ഛമായ ചിന്തകൾക്ക് ഇടം കൊടുക്കുകയില്ല. ഹൃദയം എപ്പോഴും വിശുദ്ധമായിരിക്കും, നിർമ്മലമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ പറയാം, അങ്ങനെയാകുമ്പോൾ ഒരു പ്രത്യേക ധൈര്യമുണ്ട്. പാപം തീണ്ടുന്നില്ലെങ്കിൽ ധൈര്യമുണ്ട്, ഒരു വലിയ ധൈര്യം. ലോകപ്രകാരം നാം ധീരരല്ല, അല്ലേ? നാം ആരാ ധീരര്? നാം ഭീരുക്കളല്ലേ? ലോകപ്രകാരം നാം ധീരുക്കളാണ്. ലോകപ്രകാരം കഴിവില്ലാത്തവരാണ്. ലോകപ്രകാരം പറഞ്ഞാൽ നമുക്ക് പലർക്കും ഉള്ളതുപോലുള്ള കഴിവില്ല, പലർക്കും ഉള്ളതുപോലെ സാമർഥ്യമില്ല, മികവില്ല, തികവില്ല, നമുക്ക് ഒരു എഫിഷ്യൻസി ഇല്ല. ശരിയാണ് ലോകപ്രകാരം. പക്ഷേ നമ്മുടെ ഉള്ളിൽ നാം ധൈര്യമുള്ളവരായിരിക്കും. എന്താണ്? പാപം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ ഏതോ ഒരു വലിയ പ്രാഗൽഭ്യം, ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനം പാലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വലിയൊരു പ്രാഗൽഭ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ പ്രാഗൽഭ്യം കിട്ടിയിട്ടുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ പാവം എന്നെ ഇപ്പോൾ തൊടുന്നില്ല പറയാൻ പറ്റുമോ? യേശുവിൻ്റെ കൃപയാൽ പാവത്തിൽ ഞാൻ മോചനം പ്രാപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ കൃപയാൽ എൻ്റെ പ്രായത്തിനൊത്ത വികാര വിജൃംഭണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്താ വാക്കിൻ്റെ അർത്ഥം? വികാരത്തിൻ്റെ വേലിയേറ്റം, അശുദ്ധമായ വികാരങ്ങൾ, ലൈംഗിക മോഹങ്ങൾ, കൊള്ളരുതാത്ത ചിന്തകൾ, കർത്താവ് എനിക്കതിൽ മോചനം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ലൈംഗിക വികാരം അതിൽ തന്നെ പാവമല്ല. ലൈംഗിക വികാരം, സെക്സ് ഈസ് നോട്ട് അറ്റ് ഓൾ എ സിൻ. ലൈംഗികത്വം പാവമല്ല. പക്ഷേ പാവമാകുന്ന എപ്പോഴാണ്? അത് അനവസരത്തിൽ വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുൻപുള്ള ലൈംഗികത്വം പാവമാണ്, വിവാഹശേഷമുള്ള ഇതര ബന്ധങ്ങൾ പാവമാണ്. ശ്രദ്ധിക്കൂ, വിവാഹത്തിന് മുൻപുള്ളതായ ലൈംഗിക മോഹങ്ങൾ പാവമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം ത്രസിക്കുന്നുവെങ്കിൽ പാവമാണ്. വിവാഹശേഷം അന്യജടത്തിലേക്ക് മോഹം വരുന്നെങ്കിൽ പാവമാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്തിന് മേൽ ജയം, പാപത്തിന് മേൽ ജയം തരാനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. നിവൃത്തിയായി. പാപത്തിന് മേൽ ജയം. ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ ജയം കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർ, എത്രയോ നാളുകളായി നിങ്ങൾ വചനം കേൾക്കുന്നു, എത്രയോ നാളുകൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, വചനം കേട്ട നിങ്ങൾ, ജീവൻ്റെ വചനം കേട്ട നിങ്ങൾ, നിർമ്മല സുവിശേഷം കേട്ട നിങ്ങൾ വാസ്തവത്തിൽ ഭാഗ്യശാലികളാണ്. വളരെയേറെ ജനം ഈ വചനമൊന്നും കേട്ടിട്ടില്ല, കേൾക്കാൻ അവർക്ക് തോന്നിയിട്ടില്ല, കേൾക്കാൻ താല്പര്യമില്ല. ശരി, താല്പര്യം വന്നതുപോലൊരു ഭാഗ്യമാണ്. വചനം, നിർമ്മല വചനം കേൾക്കാൻ താല്പര്യം വന്നത് ഒരു ഭാഗ്യമാണ്. വേറെ എങ്ങും പോകാതെ ജീവൻ്റെ വചനം കേൾക്കണമെന്നുള്ളതായ ആഗ്രഹം നിങ്ങൾക്ക് വന്നതൊരു ഭാഗ്യമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തന്നതാണ്. എന്നാൽ കേട്ടിട്ടോ? ഇത്രയും നാൾ കേട്ടിട്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, അധികം ലഭിച്ചതിനോട് അധികം ചോദിക്കും, അധികം ഏറ്റുവാങ്ങിയതിനോട് അധികം പ്രതീക്ഷിക്കും, അധികം ഏറ്റുവാങ്ങിയതിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അറിഞ്ഞുകൊണ്ട് അടിക്ക് യോഗ്യമായി ചെയ്തവനോ വളരെ അടികൊള്ളും, അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായി ചെയ്തവനോ കുറേ അടികൊള്ളും. നമ്മൾ ധാരാളം അറിഞ്ഞു, അല്ലേ? നിങ്ങൾ വചനം അറിയാൻ പാടില്ലേ? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? പുതിയ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ? ഒരു പുതിയ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപക്ഷെ 90% പേർക്കും ഇതൊക്കെ പറയാൻ സാധിക്കും. അറിയാം, അറിവുണ്ട്. പക്ഷേ അനുഭവമില്ല. അറിവ് വേണം, അനുഭവവും വേണം. ആത്മാവ് മരിച്ചിരിക്കുന്നു, മരിച്ച ആത്മാവ്. ഈ ആത്മാവിന് വേണ്ടത് ജീവനാണ്. ഡെഡ് ബോഡി, ആ ഡെഡ് ബോഡിയിലേക്ക് വായിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ വല്ല പ്രയോജനമുണ്ടോ? ഡെഡ് ബോഡി, ആ ഡെഡ് ബോഡിയെ നല്ല മനോഹരമായ സുഗന്ധവർഗ്ഗം കൊണ്ട് ലേപനം ചെയ്താൽ പ്രയോജനമുണ്ടോ? ആ ഡെഡ് ബോഡി അതിൽ നല്ല പട്ടുവസ്ത്രങ്ങൾ പുതപ്പിച്ചാൽ പ്രയോജനമുണ്ടോ? അത് വേണ്ടെന്നല്ല പറയുന്നത്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ആ ഡെഡ് ബോഡിയിലേക്ക് നല്ല വില കൂടിയ മരുന്ന് ഇഞ്ചക്ട് ചെയ്താൽ പ്രയോജനമുണ്ടോ? ഇല്ലല്ലോ.
ആ ഡെഡ് ബോഡി വായി വളർന്ന് കുറച്ച് നല്ല ഗുളികൾ, വിശേഷപ്പെട്ട ഗുളികൾ ഇട്ട് കൊടുത്താൽ പ്രയോജനമുണ്ടോ? ഡെഡ് ബോഡിക്ക് വേണ്ടത്, ശവശരീരത്തിന് വേണ്ടത് ജീവനാണ്. ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ മരുന്ന് പ്രയോജനമാണ്, ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ടോണിക്കുകൾ പ്രയോജനമാണ്, ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ വിശിഷ്ടമായ ആഹാരം പ്രയോജനമാണ്, നല്ല പാല് പ്രയോജനമാണ്, ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ മരുന്ന് കുത്തിവെക്കുന്നതും പ്രയോജനമാണ്. നമുക്ക് ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ മനോഗുണ ആകണം. ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ തീർത്ഥയാത്ര ചെയ്തുകൊള്ളൂ, പരിശുദ്ധന്മാരെ ആദരിച്ചുകൊള്ളൂ, വേണം, സംശയിക്കേണ്ട. ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ വഴിപാടുകൾ കഴിച്ചുകൊള്ളൂ, ആകാം. ദൈവത്തിന് സ്തോത്രം. ജീവൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല നന്മ പ്രവർത്തികളും ചെയ്യാം, ഉപകാരങ്ങൾ ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കാം. ജീവനാണ് വേണ്ടത്. ജീവൻ പ്രാപിക്കണം. ഇന്ന് അനേകർക്കും ജീവനില്ല. കാരണം എന്താണ്? പാപത്തിന് മേൽ ജയമില്ല. പാപത്തിന് മേൽ ജയമില്ലാത്തതുകൊണ്ട് അനേകരുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ആത്മാവ് ഇപ്പോൾ ജീവനോടിരിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ആത്മാവിൽ ജീവനോടുകൂടിയാണോ ഇരിക്കുന്നത്? ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ഞാൻ ചെല്ലുമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമോ? ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് വചനം പറയുന്ന ആളല്ലേ, അല്ലേ? പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, കർത്താവ്, ഇപ്പോൾ ഞാൻ കടന്നുപോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലുന്ന തടസ്സം വല്ലതുകൊണ്ടോ? ഞാൻ ചിന്തിക്കും. ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ തനിയെ ചിന്തിച്ചുകൊണ്ട് കിടക്കും, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ മരിച്ച് ഞാൻ മാറ്റപ്പെട്ടാൽ, നാളെ പ്രഭാതം കാണുന്നതിന് മുൻപ് ഞാൻ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടാൽ ഞാൻ കർത്താവേ നിൻ്റെ സന്നിധിയിൽ എത്തുമോ? സ്തോത്രം. എന്തെങ്കിലും തടസ്സമുണ്ടോ കർത്താവേ? തിരുസന്നിധിയിലേക്ക് വരുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കർത്താവെ കാണിച്ചു തരണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരണേ. കർത്താവെ, നിൻ്റെ തിരക്തത്താൽ എന്നെ പൊതിയണമേ. എനിക്ക് തനിയെ രക്ഷപ്പെടാൻ കഴിവില്ലല്ലോ. നിൻ്റെ തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. തിരക്തത്താൽ എന്നെ പൊതിയണമേ. എനിക്ക് തന്നെത്താൻ ഒന്നും ചെയ്യാൻ കഴിവില്ലല്ലോ. ഒരു നന്മ പ്രവൃത്തി പോലും ചെയ്യാൻ കഴിവില്ലല്ലോ. ഒരു നല്ല വാക്ക് പറയാൻ പോലും എനിക്ക് കഴിവില്ലല്ലോ. കർത്താവെ, ആർക്കും ഒരു സഹായം ചെയ്യാൻ പോലും കഴിവില്ലല്ലോ. എൻ്റെ ഒരു വാക്കുകൂടെ ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിവില്ലല്ലോ. നീ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് കഴിവുണ്ട്? കർത്താവെ, ഇന്ന് ഞാൻ കടന്നു വന്നാൽ നിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം കൂടെ ചിന്തിക്കണം. എല്ലാം നിവൃത്തിയാക്കിയ കരുണയുള്ള കർത്താവ് നമ്മുടെ രക്ഷാപദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു. യേശു കുരിശിന്മേൽ കിടന്ന് കരഞ്ഞു. 7 തിരുമൊഴികൾ നിവൃത്തിയായി. ദൈവത്തിന് സ്തോത്രം. ഒടുവിലത്തെ വചനം, 7-ാമത്തെ വചനം, കർത്താവ് തല ചായ്ച്ചു. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു. പ്രാണനെ വിട്ടു. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഫലമേൽപ്പിക്കുന്നു. എല്ലാം തികച്ചു. ആത്മാവിനെ തൃക്കൈയിലേക്ക് ഫലമേൽപ്പിക്കുന്നു. എല്ലാം തികച്ചു. എല്ലാം പൂർത്തീകരിച്ചു. ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിച്ചു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒടുവിലത്തെ ലേഖനത്തിൽ, തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പറയും, നിൻ്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. അതിൻ്റെ പ്രിയ ശിഷ്യനായി തീമോഥെയോസിനോട് പറയുകയാണ്, നിൻ്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണെന്നറിയാമോ? നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. ഒന്നും പൂർത്തീകരിക്കാതെ ഇട്ടിച്ച് പോകരുത്. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. അൺഡണായിട്ട് പൂർത്തീകരിക്കാതെ, ചെയ്തു തീർക്കാതെ ഒന്നും ഇട്ടിച്ച് പോകരുത്. നിൻ്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ നിറവടിയായി നിവർത്തിച്ചാൽ ആത്മാവിനെ ഏൽപ്പിക്കാം. നാം ചെയ്യേണ്ടതെല്ലാം തികച്ചാൽ ആത്മാവിനെ ഏൽപ്പിക്കാം. ചെയ്യേണ്ടതെല്ലാം പൂർത്തീകരിച്ചാൽ ആത്മാവിനെ ഏൽപ്പിക്കാം. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഫലമേൽപ്പിക്കുന്നു. മുഴുവനും ആയുസ് ഫലമേൽപ്പിക്കുന്നു. ആത്മാവിന് ഫലമേൽപ്പിക്കുന്നു. ജീവിതം ഫലമേൽപ്പിക്കുന്നു. ഉടയവൻ്റെ കരങ്ങളിലേക്കെല്ലാം ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് നിങ്ങളിങ്ങനെ പറയണം, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഞാൻ ചെയ്തു വയ്ക്കേണ്ടതായ പലതും ഉണ്ടായിരുന്നല്ലോ, പലതും ഞാൻ ചെയ്തില്ലല്ലോ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പൂർത്തീകരിക്കേണ്ടതായ പലതും ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചെയ്തില്ലല്ലോ, നീ എന്നോട് പൊറുക്കണം. കർത്താവേ, നിന്നെ വേദനിപ്പിച്ച പല കാര്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് ക്ഷമിച്ചു തരണം. നിൻ്റെ തിരക്തത്താൽ എന്നെ കഴുകണം. നിൻ്റെ ആ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി എന്നെ പൊതിയണം. ആ തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണം. എൻ്റെ കർത്താവേ, ഇപ്പോൾ ഞാൻ തിരുവൻഭാഗം വന്നിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ, തിരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തന്ന് എന്നെ ഉറങ്ങാൻ അനുവദിക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തിരക്തത്തിൻ്റെ മുദ്രയില്ലാതെ നിങ്ങൾ കിടക്കരുത്. സ്തോത്രം. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വ്യക്തമായി തീരുമാനത്തിൽ വരാതെ നിങ്ങൾ ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ സകല പാപങ്ങളും കർത്താവിനോട് വീണ്ടും പറഞ്ഞ്, കർത്താവേ, എല്ലാം നിൻ്റെ കൃപയാൽ നീ ക്ഷമിച്ചുവല്ലോ, തിരക്തത്താൽ നീ കഴിയുമല്ലോ, ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാതെ നിങ്ങൾ ഉറങ്ങരുത്. ദൈവത്തിന് സ്തോത്രം.
ജീവിതം നിസ്സാരമാണ്, ജീവിതം താൽക്കാലികമാണ്, ജീവിതം ക്ഷണികമാണ്. ഈ ക്ഷണികമായ ജീവിതകാലത്ത് യേശുവിൻ്റെ നാമത്തിലെല്ലാം പൂർത്തീകരിച്ച് സമാധാനത്തോടെ നമുക്ക് കടന്നു പോകണം. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ അക്കരെ ദേശത്തേക്ക് നമുക്ക് പോകണം. അക്കരെ ദേശം നമ്മെ മാടി വിളിക്കുന്നുണ്ട്. സ്വർഗസീയോൻ നമ്മെ മാടി വിളിക്കുന്നുണ്ട്. സ്വർഗീയ യെരൂശലേം നമ്മെ മാടി വിളിക്കുന്നുണ്ട്. ആകാശത്തിൻ്റെ ആ മധ്യാകാശത്തിൽ വിരിപ്പന്തൽ നിവർത്തുമ്പോൾ കർത്താവായ യേശു ഇറങ്ങി വരുമ്പോൾ അവൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അവൻ്റെ ഇമ്പനാഥം നമുക്ക് കേൾക്കാം, കർത്താവിൻ്റെ ഗംഭീരനാഥം നമുക്ക് കേൾക്കാം, പ്രധാനനായ ബീഹായേൽ ശബ്ദം നമുക്ക് കേൾക്കാം, ദൈവത്തിൻ്റെ കാഹളം നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ നാമും പറന്ന് ഉയരും. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം കനമില്ലാത്തതായി തീരും. ഒരാത്മശരീരം നാം പ്രാപിക്കും. നാം അങ്ങ് പറന്നു പൊങ്ങും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ വേല തികച്ചവർ, ഈ ഭൂമിയിൽ പൂർത്തീകരിച്ചവർ, വേല തികച്ചവർ, പിതാവിൻ്റെ കയ്യിലേക്ക് ജീവിതം പ്രേമിപ്പിക്കുവാൻ തക്കവണ്ണം ജീവിതം സമർപ്പിച്ചവർ, അവരിതാ പറന്നുയരുന്നു. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിന് ഘനമില്ല. ആ ശരീരം മാറി പുതിയ ശരീരമായി, ആത്മശരീരം പ്രാപിച്ചു, പുനരുത്ഥാന ശരീരം പ്രാപിച്ചു, ഉയർത്തെഴുന്നേറ്റ ശരീരമായി. ആ ശരീരം ഇതാ പറന്ന് പൊങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ അമ്പാറ്റകൾ പറന്നുയരുന്നത് പോലെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറന്ന് പുതിയ രൂപം പ്രാപിച്ച് പുതിയ ശരീരം പ്രാപിച്ച് അങ്ങ് പറന്നുയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുങ്ങുവീൻ. കർത്താവായ യേശുവേ, നിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നുയരുന്ന വിശുദ്ധമായ നിലനിൽപ്പാൻ എനിക്കും ഭാഗ്യം നൽകണമേ. എൻ്റെ ഈ ശരീരം ആത്മശരീരമായി രൂപാന്തരപ്പെട്ട് കർത്താവെ ആത്മശരീരമായി മാറി ഞാനും പറന്നുയരാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ഇന്ന് നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കൂ. ഇന്ന് നിങ്ങൾ പാപത്തിൻ്റെ എല്ലാ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കൂ. പാപത്തിൻ്റെ എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിക്കൂ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ തഴുകട്ടെ. തിരുരക്തം നിങ്ങളുടെ മേൽ വരട്ടെ. തിരുരക്തം നിങ്ങളെ തൊടട്ടെ. തിരുരക്തത്തിൻ്റെ മുദ്ര നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. നിങ്ങളുടെ പാപക്കെട്ടുകൾ തകരട്ടെ. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരട്ടെ. ശുഭകരമായ ഭാവിയിലേക്ക് ദൈവം നിങ്ങൾ നടത്തട്ടെ. സ്വർഗ്ഗസീയോൻപുരിയിലെത്തുന്ന നിത്യവാസത്തിന് വേണ്ടി ദൈവം നിങ്ങൾ ഒരുക്കട്ടെ. ആ സ്വർഗീയ സൗഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. കർത്താവേ, അതിവേഗം വരണമേ. നാഥ, അതിവേഗം വരണമേ. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ. യേശുവേ, നീ അതിവേഗം വന്ന് എന്നെ കൈക്കൊള്ളണമേ. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ഇമ്പകരമായ വചനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങളുടെ അത്ഭുത കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തുടരണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട ഓരോരുത്തരുടെ ഹൃദയത്തിൽ യേശുനാഥ നിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് പ്രവർത്തിക്കണമേ. രണ്ടാമത്തവരെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.